ഹായ്, ഞാൻ VM ബഷീർ. നന്മയുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു യൂട്യൂബ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 2 കൊല്ലം ആയെന്ന് പറയാം. ആക്റ്റീവാണെന്ന് ചോദിച്ചാൽ ആക്റ്റീവാണ്, എന്നാൽ അത്ര റെഗുലർ അല്ലതാണ്. പലരും എന്നോട് യൂട്യൂബ് ചെയ്യാൻ പറയുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മുന്നോട്ട് വരാനൊരു മടി കാണിക്കാറുണ്ട്. കാരണം റെഗുലറായിട്ട് അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ആശങ്ക കൊണ്ടാണ്. ഇനിയിപ്പോൾ സമയവും കാലമൊന്നും കാത്തിരിക്കേണ്ട എന്ന് കരുതി ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. VMB ഫിറ്റ്നസ് ടു ബോഡി ബിൽഡിംഗ് എന്ന പേരിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. നാളിതുവരെ അത് ബോഡി ബിൽഡിങ്ങിലായാലും ഫിറ്റ്നസ്സിലായാലും ടീച്ചിങ്ങിലായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തീർച്ചയായും ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. എൻ്റെ വീഡിയോകൾ ഒരു മുഷിപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഒരു തുടക്കക്കാരൻ എന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം. അത് ഞാൻ തീർച്ചയായും തിരുത്തി മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കും. എൻ്റെ കുട്ടിക്കാലം ആരംഭിക്കുന്നത് തൃശ്ശൂരിലെ വലപ്പാട് ദേശത്ത് നിന്നാണ്. പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം വലപ്പാട് നിന്നും, ഗ്രാജുവേഷൻ വരെ നാട്ടിക SM കോളേജിൽ നിന്നും, പോസ്റ്റ് ഗ്രാജുവേഷൻ കൊടുങ്ങല്ലൂർ P. വെമ്പല്ലൂർ MES കോളേജിലുമായിരുന്നു. ഞാൻ ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ് രംഗത്ത് വന്നിട്ട് ഏകദേശം 50 വർഷത്തോളമായി. 14ാമത്തെ വയസ്സിലാണ് ഞാൻ ജിമ്മിലേക്ക് ആദ്യമായി കാലെടുത്ത് വയ്ക്കുന്നത്. 30 വർഷത്തിലധികം ഞാൻ ഇന്ത്യൻ റെയിൽവേയിൽ ബോഡി ബിൽഡറായും കോച്ചായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ 4 തവണ മിസ്റ്റർ ഇന്ത്യയും, 1 തവണ മിസ്റ്റർ സൗത്ത് ഏഷ്യയും, 1 തവണ ബെസ്റ്റ് ബോക്സർ ഓഫ് ഇന്ത്യ ടൈറ്റിൽ വിന്നറുമായിരുന്നു. ബോഡി ബിൽഡിംഗ് രംഗത്തും ഫിറ്റ്നസ് രംഗത്തും ഞാൻ കൈവരിച്ച നേട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും വിലയിരുത്തി IBBF 2019 ബോഡി ബിൽഡിംഗ് അത്ലറ്റ് ഓഫ് ദ ഡെക്കേഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യയിലെ ഏക മലയാളി എന്നതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു. 2020 ഞാൻ റെയിൽവേയിൽ നിന്ന് വിരമിച്ച ശേഷം നമ്മുടെ രാജ്യത്ത് ഫിറ്റ്നസ് രംഗത്ത് ഏറ്റവും പാരമ്പര്യമുള്ള ഇൻ്റർനാഷണൽ അക്കാദമികളിലൊന്നായ ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗായോ ഫിറ്റ്നസ് അക്കാദമിയിൽ അതിൻ്റെ റീജിയണൽ ഡയറക്ടറായും നാഷണൽ ബോഡി ബിൽഡിംഗ് ഫാക്കൽറ്റിയായും ഞാൻ ജോയിൻ ചെയ്തു. കൂടാതെ മുംബൈ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ ബോംബെയിൽ തന്നെയുള്ള BPCA കോളേജും ഗായോ ഫിറ്റ്നസ് അക്കാദമിയും സംയുക്തമായി ഇന്ത്യയിലുടനീളം നടത്തുന്ന പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സിൻ്റെ കേരളത്തിലെ സീനിയർ ഫാക്കൽറ്റിയും അസസ്സറുമായി ഞാൻ തൃശ്ശൂർ കേന്ദ്രമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. റെയിൽവേയിൽ നിയമിതനായ ശേഷം ഞാനും കുടുംബവും കഴിഞ്ഞ 35 വർഷമായി തൃശ്ശൂരിൽ താമസിക്കുന്നു. ഭാര്യ നദീറ ബഷീർ. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മകൻ സുൽത്താൻ ബഷീർ UAE കൽബ ഫുട്ബോൾ ക്ലബ്ബിൽ സീനിയർ ടീം ഫിസിയോയായി പ്രവർത്തിക്കുന്നു. മകൾ സുൽത്താന ബഷീർ സൈക്കോളജിസ്റ്റ്. ഞങ്ങൾക്ക് 4 പേരക്കുട്ടികളുമുണ്ട്. കുട്ടിക്കാലത്ത് ഏതെങ്കിലും കായിക വിനോദങ്ങളോട് താല്പര്യരാകുക സ്വാഭാവികമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കായിക വിനോദം എന്നല്ല, പലതരത്തിലുള്ള കായിക പ്രവൃത്തികളോടും ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പല കായിക വിനോദങ്ങളിലും പങ്കെടുത്ത് മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഏറ്റവും പ്രചോദനമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ വലപ്പാട് ഹൈസ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് സ്ഥിരമായി പോകുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ മരക്കമ്പനിയിൽ പണിയെടുക്കുന്നവർ, അതുപോലെ തന്നെ ഭാരം നിറച്ച് ഉന്തുവണ്ടി തള്ളിപ്പോകുന്നത്, തെങ്ങ് കയറ്റക്കാർ, ഇവരൊക്കെ സ്ഥിരമായി കാണുകയും അവരുടെ ബലിഷ്ഠമായ പേശികൾ, അവർ വളരെ നീർത്ത ചെറിയ തോർത്തുമുണ്ട് മാത്രം എടുത്ത് അവർ ഈ ഭാരം നിറച്ച വണ്ടിയൊക്കെ തള്ളിപ്പോകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലുമുള്ള നിബിഡമായ മസിലുകൾ, കൊഴുപ്പില്ലാത്ത മസിലുകളൊക്കെ കണ്ട് എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അന്ന് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന 6 പാക്കൊന്നൊന്നല്ല 8 പാക്ക് മസിൽ പോലും അവരുടെ ശരീരത്തിൽ ഉള്ളതായിട്ട് എനിക്കൊരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഇതെൻ്റെ കൺമുൻപിൽ ഇപ്പോഴും ഞാൻ കാണുകയാണ്. അത്രയും മസ്കുലറായിരുന്നു അവർ. ഇന്നത്തെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലൊക്കെ ഒരു 4-5% കൊഴുപ്പ് അപ്പുറത്ത് ഒരിക്കലും ഉണ്ടാവില്ല. അത്രയും വെൽ റിപ്പ്ഡ്, വെൽ ഡിഫൈൻഡ്. മാത്രമല്ല വിരിഞ്ഞ മാറിടം, വീതി കൂടിയ തോള്, അതുപോലെ തന്നെ ബാക്ക്, ലാറ്റ്സ് എല്ലാം റിപ്പ്ഡ്, മാസീവ്, ഷേപ്പ്ഡ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു എസ്തെറ്റിക് ലുക്ക് പോലെ തോന്നിക്കുന്ന ശരീരഘടന ഉള്ള പണിക്കാർ അക്കാലത്ത് ഞാൻ സ്ഥിരമായി കാണുന്നതൊരു പതിവായിരുന്നു.
വല്ലാത്തൊരു വിസ്മയം എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊന്നും അത്ര ഒരു ആവേശവും അല്ലെങ്കിൽ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഇവരൊക്കെ കണ്ട കുറേ നേരം നോക്കി നിൽക്കും. അവരൊക്കെ ചിലപ്പോൾ അപ്പോഴത്തേനും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് വല്ലാത്തൊരു ലഹരി അന്നേ എനിക്ക് ഈ ശരീര സൗന്ദര്യത്തോട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നൈസർഗികമായ സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു താല്പര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ബോഡി ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. ആധുനിക ബോഡി ബിൽഡിങ്ങിലേക്കുള്ള വഴി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ്.